ഹലോ നമസ്കാരം. നമ്മുടെ മഴതോരും മുമ്പയുടെ നാളത്തെയും അതുപോലെ ഈ ആഴ്ചയും നടക്കാൻ പോകുന്ന സ്റ്റോറി ആയിട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മഴതോരും മുമ്പേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, ഡെയിലി കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് നേരെ നാളത്തെ സ്റ്റോറിയിലേക്ക്, നാളെയും നാളെ കഴിഞ്ഞും, അതായത് ഈ ആഴ്ച മുഴുവനായിട്ട് നടക്കുന്ന ഒരു സ്റ്റോറി ലൈനാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാം. ബാലചന്ദ്രനെ ചോദ്യം ചെയ്യാനായിട്ട് വന്നേക്കാണ് വൈജ. എന്തിനാണ് കോളിംഗ് ബെൽ അടിച്ചത് എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നെയല്ല വിളിച്ചത്, ഞാൻ അവർ വരുമ്പോൾ പറഞ്ഞോളാം എന്ന് പറയാണ്. എന്താണെങ്കിലും ഞാൻ ചെയ്ത് തരാം എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ ആണെങ്കിൽ വൈജയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം. നീ കൊല്ലപ്പള്ളിയിൽ പോയിട്ട് ശിവേട്ടൻ്റെ പറമ്പിൽ നിന്നൊരു വാഴ വെട്ടിക്കൊണ്ടുവന്ന് അവിടെ വർക്ക് ഏരിയയിൽ തൂക്കിയിട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനാണോ അലീനയെ വിളിക്കുന്നത്? അലീന വന്നാലും ഇത് തന്നെ പറയണം എന്നൊക്കെ പറയുമ്പോൾ, അത് അവളോട് പറയാനുള്ളത് ഞാൻ അവളോട് പറഞ്ഞോളാം. ഓരോരുത്തരുടെയും ശക്തിയും ബുദ്ധിയൊക്കെ നോക്കിയല്ലേ ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയണം. ആ സമയത്ത് അലീന അങ്ങോട്ടേക്ക് വരുമ്പോൾ, എനിക്കൊരു കുക്കുംബർ സാലഡ് വേണം എന്ന് പറയണേ. അത് ഞാൻ കൊണ്ടുവരുമല്ലോ എന്ന് പറയുമ്പോൾ, എനിക്ക് അലീന കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറയുമ്പോൾ, ഒരു അലീനയും ഇവിടെ ഒന്നും കൊണ്ടുവരുന്നില്ല, ഞാൻ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ എന്ന് പറയാണ് വൈജയന്തി. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ നീ പോയി കൊണ്ടുപോവാ, ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ വൈജ പറയും, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് പറയുമ്പോൾ, നീ കൊണ്ടുവരുന്ന ആ സാലഡിൻ്റെ പാത്രത്തോടെ എടുത്ത് ഞാൻ നിൻ്റെ മുഖത്ത് അടിച്ച് പരുത്തും, അല്ലെങ്കിൽ എൻ്റെ പേര് ബാലചന്ദ്രൻ എന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അന്നേരം വൈജ അങ്ങനെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുക കേട്ടോ. ആ സമയത്ത് വീണ്ടും ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, അലീന നീ പോയിട്ട് എടുത്തോണ്ട് വാ, ഞാൻ കഴിക്കണം എന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്ക് ഇപ്പോൾ കുക്കുംബർ സാലഡ് വേണം, എനിക്കത് നീ തന്നെ എടുത്തുകൊണ്ട് വരണം എന്ന് പറയണം. അപ്പോൾ അലീന വൈജി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കണം. അലീന പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് പോയിട്ട് കുക്കുംബർ സാലഡ് ഉണ്ടാക്കുകയാണ്. വൈജി ആണെങ്കിൽ ആകെ നാണം കെട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ട പോലെ നിൽക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ആരും കാണേണ്ട കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യുമ്പോൾ, ആ സമയത്താണ് അലീന കുക്കുംബർ സാലഡും കൊണ്ട് വരുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ബാലചന്ദ്രന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതിവിടെ വെച്ചേക്ക്, ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ഡോർ അങ്ങോട്ട് അടയ്ക്കുകയാണ്. അപ്പോൾ മുഖത്തടിച്ചതുപോലെ ആ ഡോർ അടച്ചത് കണ്ടപ്പോൾ വൈജയും ആകെ വല്ലാതാവുകയാണ്. പിന്നെ വൈജയും അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അലീനയെ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്, നിന്നെ ഞാൻ ശരിയാക്കി തരാം, നീ എൻ്റെ കുടുംബം കൈയടക്കി വെച്ചേക്കാണ്, എന്നെ വീട്ടിൽ ആരുമല്ലാതാക്കിയത് നീയാണ് എന്നൊക്കെ പറഞ്ഞ് അലീനയോട് ഭയങ്കരധികം ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് വൈജ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടീനെ കേട്ടോ. രേവതിക്കുട്ടിയാണെങ്കിൽ ഷെറിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കണമല്ലോ. ഷെറിൻ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ, ആ കുഞ്ഞിപ്പോൾ എവിടെയാണ്, എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഷെറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് രേവതിക്കുട്ടി ഫോൺ എടുത്തിട്ട് ആൻസിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അന്ന് ഷെറിൻ്റെ സഹോദരൻ്റെ വൈഫ് ഉണ്ടായിരുന്നല്ലോ ആൻസിയെ വിളിക്കുകയാണ്. അപ്പോൾ ഷെറിൻ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ആൻസി ഫോൺ എടുക്കുമ്പോൾ ആരാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ രേവതിക്കുട്ടിയാണ്, അന്ന് ഒരിക്കലും വന്നില്ലേ എറണാകുളത്ത് നിന്ന് എന്നൊക്കെ പറയുമ്പോൾ ആൻസിക്ക് ഓർമ്മ വരികയാണ്. എന്താ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല അന്ന് ഹോസ്പിറ്റലിലാക്കിയായിരുന്നല്ലോ ഷെറിൻ ചേച്ചി, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ആൻസി പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു, ഡിസ്ചാർജായി വീട്ടിലെത്തി എന്നൊക്കെ പറയണം. ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കാനായിരുന്നു വിളിച്ചത്, അതെന്താ ഷെറിൻ ചേച്ചി അങ്ങനെ കുഞ്ഞിനെ കൊന്നോ, കുഞ്ഞിനെ താ എന്നൊക്കെ പറയണത്, അതെന്തായിരുന്നു സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കുട്ടി, നീ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറയണേ. അല്ല ചേച്ചി, ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയോ, ഞാൻ കുറച്ച് ദിവസം മുന്നേ വിളിച്ചായിരുന്നു, പക്ഷേ എന്നോട് ഭയങ്കര ഷൗട്ട് ചെയ്യാണ് ചെയ്തത്, ഞാൻ വീട്ടിലെ നമ്പറിലാണ് വിളിച്ചത്, പക്ഷേ എന്നോട് വളരെ ദേഷ്യത്തോടെ സംസാരിച്ചു, പിന്നെ ഞാൻ ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പം ആൻസി ചേച്ചി പിന്നെ അങ്ങനെയല്ല, എന്ത് കാര്യങ്ങളും വളരെ കാമായിട്ട് സംസാരിക്കത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആൻസി ചേച്ചി വിളിച്ചത് എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ആൻസി അതിലൊന്ന് മയങ്ങി വീഴുന്നുണ്ട്. അപ്പോൾ എന്താ ശരിക്കും ഷെറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് രേവതിക്കുട്ടി. ആ സമയത്ത് ആൻസി പറയുന്നുണ്ട്, ഷെറിനൊരു പ്രണയം ഉണ്ടായിരുന്നു, വിവാഹത്തിന് മുൻപൊരു പ്രണയം ഉണ്ടായിരുന്നു, അതിൽ അവൾക്ക് ഒരു അബദ്ധം പറ്റി, പക്ഷേ ഒരുപാട് കഴിഞ്ഞിട്ടാണ് ആ കാര്യങ്ങളൊക്കെ അവൾ വീട്ടിൽ പറഞ്ഞത്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു,
പിന്നെ കുഞ്ഞിനെ പ്രസവിക്കുക എന്നല്ലാതെ വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് കുറച്ച് ദൂരെ മധുരയിൽ പോയിട്ടാണ് പ്രസവമൊക്കെ നടത്തിയത്. പിന്നീട് ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ കുറച്ച് നാൾ ഷെറിൻ്റെ കൂടെ തന്നെ കുഞ്ഞുണ്ടായിരുന്നു. പിന്നീട് ആ കുഞ്ഞിനെ അങ്ങനെ ഓർഫനേജിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഷെറിനോട് പിന്നെ നിർബന്ധിച്ച് വിവാഹത്തിന് സമ്മതിപ്പിച്ചു. വിവാഹം കഴിഞ്ഞ് കുറച്ച് നീ വിവാഹത്തിന് സമ്മതിച്ചാൽ മാത്രമേ ആ കുഞ്ഞിനെ ജീവനോടെ വെച്ചേക്കുള്ളൂ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നു കളയും, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കും എന്നുള്ള രീതിയിൽ ഭീഷണിയൊക്കെ പെടുത്തിയായിരുന്നു. ആ കുഞ്ഞിനെ വേണ്ട രീതിയിൽ പരിചരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആൻസി ഇങ്ങനെ പറയണം. അപ്പോൾ രേവതിക്കുട്ടി ഒരു ഞെട്ടലോടെ ഇതൊക്കെ കേട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആൻസി പിന്നെ പറയുന്നുണ്ട്, പിന്നീട് വിവാഹത്തിന് അവൾ സമ്മതിച്ചു. കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട്, കുഞ്ഞിനെ എല്ലാവരും സംരക്ഷിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് വിവാഹത്തിന് സമ്മതിച്ചു. പിന്നെ ഒരു 1 year ഒക്കെ ആവുന്ന സമയത്താണ് ആ കുഞ്ഞ് മരിച്ചു പോയി എന്നുള്ള വിവരം ഷെറിൻ അറിയുന്നത്. അങ്ങനെയാണ് ഷെറിന് ഇങ്ങനെ ഈ ഒരു മെൻ്റൽ പ്രോബ്ലം വന്നത് എന്നൊക്കെ ഇങ്ങനെ ആൻസി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ശരിക്കും ഷോക്കായിട്ടിരിക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ശരിക്കും ആ കുഞ്ഞ് മരിച്ചു പോയോ ആൻസി ചേച്ചിയും ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ അത് കാരണമാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ വന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ് ആൻസി. ഞാനിത് പറഞ്ഞതായിട്ട് നീ മനസ്സിൽ വെക്കേണ്ട കേട്ടോ, ആരോടും പറയുകയും ചെയ്യരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ദോഷം കിട്ടും, അതായത് ഇവരൊക്കെ എന്നെ വഴക്ക് പറയും എന്നൊക്കെ പറയുന്നുണ്ട് ആൻസിട്ടോ. ഇല്ല ചേച്ചി, ഞാൻ ആരോടും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടി ഫോൺ വെക്കുന്നുണ്ട്. പിന്നെ ഗ്രേസമ്മയോടും മാമച്ചാനോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഷെറിൻ ചേച്ചി വിവാഹത്തിന് മുൻപ് പ്രസവിച്ചിരുന്നു. കൊട്ടാരമറ്റത്തുകാർ ആ പ്രസവം ദൂരെ പോയി മധുരയിൽ പോയിട്ടാണ് നടത്തിയത്. എന്നിട്ട് ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് നാൾ ഷെറിൻ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു. പിന്നെ കല്യാണത്തിന് സമ്മതിക്കാതായപ്പോൾ ആ കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് കാണിക്കാനൊന്നും കൊടുത്തില്ല. പിന്നെ അങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചു. അതിനൊക്കെ ശേഷം കുഞ്ഞ് മരിച്ചു പോയി എന്നാണ് പറഞ്ഞത്. അതിന് ശേഷമാണ് ഷെറിൻ ചേച്ചിക്ക് ഇങ്ങനെ മെൻ്റൽ പ്രോബ്ലം ഉണ്ടായത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഷെറിൻ ചേച്ചിയുടെ ഹസ്ബൻഡ് അവരെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് എല്ലാവരും എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഹസ്ബൻഡ് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണത്. ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായിട്ടിരിക്കുകയാണ് ഗ്രേസമ്മയും മാമച്ചായനും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഷെറിൻ്റെ കുഞ്ഞ് മരിച്ചു പോയി എന്നുള്ളൊരു ന്യൂസാണല്ലോ കേൾക്കുന്നത്. അപ്പം ഇവരുടെ എല്ലാ പ്രതീക്ഷയും പോവുക കേട്ടോ. കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല എന്നുള്ളൊരു ചിന്ത വരികയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അങ്ങ് വിഷമിച്ച് പോവുകയാണ് 2 പേരും. അപ്പോൾ ഇത്രയും നാൾ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും കണ്ടെത്താം എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഇവർക്ക്. പക്ഷേ ആ കുഞ്ഞ് മരിച്ചു പോയി എന്നുള്ളൊരു വാർത്ത ഇങ്ങനെ അവർ ഷോക്കാക്കണം. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, എൻ്റെ ബലമായ സംശയം എനിക്ക് തോന്നുന്നത് അവർ ചിലപ്പോൾ കള്ളം പറഞ്ഞതാണെങ്കിലോ എന്ന് പറയുമ്പം, കള്ളം പറയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ് മാമച്ചായൻ. എനിക്കറിയില്ല അങ്കിൾ, പക്ഷേ എനിക്കെന്തോ ഇതിലൊരു സംതിങ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് എന്ന് രേവതിക്കുട്ടി പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന മുത്തശ്ശിയോട് സംസാരിക്കുന്നതാണ്. ഇവിടെ ആകെ പ്രശ്നങ്ങളൊക്കെ ആകെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അലീന പറയുന്നുണ്ട്. എൻ്റെ കൂടെ കൃഷ്ണമോള് ഉണ്ടായിരുന്നു, കൂടെ എന്ത് കാര്യത്തിനും സപ്പോർട്ടായിട്ട്. പക്ഷേ ഇപ്പോൾ കൃഷ്ണമോളും എന്നോട് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, എന്നോടും ഒരു അകൽച്ച കാണിച്ചേക്കാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കറിയില്ല ഇനി ഇത് എങ്ങനെ ശരിയാവുമെന്ന്, നീ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുക, അല്ലാതെ ഇതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എന്ത് തീരുമാനം എടുക്കാനാണ് മുത്തശ്ശി, ബാലചന്ദ്രൻ സാർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് തീരുമാനമാണ് ഇതിലെടുക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള തീരുമാനമാണോ എടുക്കേണ്ടത്? അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ സാർ ഇവിടെ നിന്ന് ഇറങ്ങുമെന്നല്ലേ പറയുന്നത്? നീ ബാലചന്ദ്രനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കാൻ ചെല്ലുമ്പോൾ എന്നെ ഇങ്ങോട്ട് ആട്ടി ഓടിക്കുകയാണ്. അതായത് സാറ് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന് പറയണം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക് ബാലചന്ദ്രൻ്റെ അടുത്ത്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകാം എന്നുള്ളൊരു തീരുമാനം നീയായിട്ട് എടുത്തിട്ട് ഈ പ്രശ്നങ്ങളൊന്നും കുറച്ച് നാളത്തേക്കെങ്കിലും നീ ഇവിടെ നിന്ന് മാറി നിൽക്ക്, എന്നാലെങ്കിലും ഒന്ന് ശരിയായെങ്കിലോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. ഞാൻ സംസാരിക്കാം മുത്തശ്ശി, എല്ലാവരുടെയും ആവശ്യം ആഗ്രഹമൊക്കെ അതാണ്, ഞാൻ ഇവിടെ നിന്ന് പോകണം എന്നുള്ളത്. പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കൊതിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും വെറുതെ ആയിപ്പോയി എന്നൊക്കെ അലീന പറഞ്ഞിങ്ങനെ കരയാട്ടോ. പിന്നീട് ആണെങ്കിൽ അലീന ബാലചന്ദ്രനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജിക്കാണെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് ആകെ ഹാലിളകിക്കൊണ്ട് നടക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലീന ഒരു ദിവസം ബാലചന്ദ്രനോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പോവുകയാണ് സാർ, ഇവിടെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലൊക്കെ ഒന്ന് സോൾവ് ആവുകയാണെങ്കിൽ
ഞാൻ പോവാൻ തയ്യാറാണ്, സാർ എന്നെ പോവാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനോട് സംസാരിക്കുമ്പോൾ ശരി നിന്നെ പോവാൻ ഞാൻ അനുവദിക്കാം, പക്ഷേ നീ എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുകയാണ്. ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം, തൽക്കാലം ഞാൻ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പൊക്കോളാം, പിന്നെ അവിടെ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എങ്ങോട്ടെങ്കിലും ഒന്നും പോകാൻ പറ്റത്തില്ല. നീ പറഞ്ഞല്ലോ നിൻ്റെ അച്ഛനെയും അമ്മയും ഒരാളെ കണ്ടുവെന്ന്, അവരുടെ അടുത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം, അത് ആരെയാണ് നീ കണ്ടതെന്ന് പറ എന്ന് പറയാട്ടോ. അപ്പോൾ അലീന ആകെ ഷോക്കായി പോവാണ്. ഇനിയിപ്പോൾ എന്ത് മറുപടി കൊടുക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുക കേട്ടോ. എന്താണെങ്കിലും നീ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താണെങ്കിലും അവരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, എന്നിട്ട് അവരുടെ അടുത്തേക്ക് നിന്നെ കൊണ്ടാക്കി തരാം എന്ന് പറയുമ്പോൾ അലീന ഇതിന് എന്ത് മറുപടി പറയുമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. നീ ആരെയാണ് കണ്ടത്, അച്ഛനെയാണോ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് സാർ അത് വേണ്ട, ഞാൻ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പൊക്കോളാം എന്ന് പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് പറ്റില്ല, ഞാൻ നിൻ്റെ പാരൻസിൻ്റെ അടുത്ത് നീ കണ്ടെത്തിയ ആളുടെ അടുത്തേക്ക് ആക്കിത്തരാമെന്ന് പറയുമ്പോൾ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല സാർ, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയണം. അതെന്താ പറയാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ സാർ എന്നോട് കൂടുതലായിട്ടൊന്നും ചോദിക്കരുത്, എനിക്കത് സാറിനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ തുറന്നടിച്ച് പറയുന്നുണ്ട്, പറയാൻ ബുദ്ധിമുട്ട് കാണും, എൻ്റെ ഭാര്യയാണല്ലോ നിൻ്റെ അമ്മ, അതുകൊണ്ടല്ലേ നിനക്ക് പറയാൻ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് അലീന ആകെ തകർന്നു പോകട്ടെ, എന്താ സാർ ഈ പറയുന്നതെന്ന് ഓർത്തിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളും ഇവിടെ നിങ്ങളുടെയൊക്കെ മുന്നിൽ നിന്നത് എന്ന് പറയണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ മനസ്സിലാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ അലീനയോട് പറയുന്നുണ്ട് കേട്ടോ, എല്ലാം വെട്ടി തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ ആകെ വിഷമിച്ച് പോകുന്നുണ്ട്. പിന്നെ ബാലചന്ദ്രൻ അലീനയെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സാരമില്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, കാരണം നീ നിൻ്റെ അമ്മയെ കാണണം, അവരുടെ കൂടെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് വന്നത്. ഇവിടെ തെറ്റ് ചെയ്തത് നിൻ്റെ അമ്മയും നിൻ്റെ മുത്തശ്ശിയും ഒക്കെയാണ്, അല്ലാതെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനും നീയൊക്കെ ഇതിൽ പെട്ടുപോയ ഒരു ബലിയാടുകൾ മാത്രമാണ് എന്ന് പറയണ ബാലചന്ദ്രൻ. അങ്ങനെ പിന്നീട് അവളെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ അലീന മുത്തശ്ശിയോട് നമ്മുടെ വൈജയുടെ പാസ്റ്റിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് അതൊക്കെ ഓരോ ദിവസത്തെ എപ്പിസോഡുകളാട്ടോ, ഓരോ ദിവസവും വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ വൈജയുടെ പാസ്റ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അലീന വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരാൾക്കും അറിയില്ല മുത്തശ്ശിക്ക് അറിയാം കുറേ കാര്യങ്ങളൊക്കെ, എനിക്കും അറിയാം കുറച്ച് കാര്യങ്ങൾ, പക്ഷേ ഒരു കാര്യവും അറിയാതെ കഥയറിയാതെ ആട്ടം കാണുകയാണ് മുത്തശ്ശിയുടെ പേരക്കുട്ടികൾ, അതായത് ഇവിടുത്തെ മക്കൾ കഥ അറിയാതെ ആട്ടം കാണുകയാണ് 3 പേരും. രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണയ്ക്കും ഒന്നും എന്താ സംഭവം എന്ന്, ഇവിടെ എന്താ നടക്കുന്നത് എന്ന് പോലും അറിയത്തില്ല. മുത്തശ്ശിക്ക് അറിയാം കുറേ കാര്യങ്ങൾ, എനിക്കും അറിയാം, ബാലചന്ദ്രൻ സാറിനും അറിയാം, മുത്തശ്ശിയുടെ മോൾക്കും അറിയാം കുറേ കാര്യങ്ങൾ, പക്ഷേ എല്ലാവരും എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അലീന. അപ്പോൾ മുത്തശ്ശിയാകെ ഷോക്കാവുന്നുണ്ട്. നീ എന്തൊക്കെയാണ് പറയുന്നത്, നീ എന്താ, എനിക്കൊന്നും മനസ്സിലാവില്ലെന്നല്ല എന്ന് പറയുമ്പോൾ ഞാൻ മുത്തശ്ശിയുടെ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യം മാത്രമേ എന്നോട് പറയാൻ പാടുള്ളൂ എന്ന് പറയട്ടോ. എന്താണെന്ന് ചോദിക്കുമ്പോൾ മാഡത്തിന് ആഗ്രയിൽ വെച്ചിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ മുത്തശ്ശി ആകെ ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി ഏകദേശം നടക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു സമയമായി തുടങ്ങി കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, ഗംഗാധരൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പട്ടാളക്കാരനുമായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ എന്നിട്ട് എന്താ അവിടെ സംഭവിച്ചത്, മാഡത്തിൻ്റെ മോൾക്ക് മുത്തശ്ശിയുടെ മോൾക്ക് ഇങ്ങനെ ഈ വിവാഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ആ ബന്ധം ഒഴിവാക്കിയിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അതൊരു ക്രിസ്ത്യൻ ചെറുപ്പക്കാരനായിരുന്നു, അതുകൊണ്ട് ആരും അതിന് സമ്മതിക്കുകയും ചെയ്തില്ല. പക്ഷെ അവരൊരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറയണം. എന്നിട്ട് എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇങ്ങനെ ഒഴിവാക്കി കൊണ്ടുവന്നു. പിന്നെ എന്തിനാണ് തിരുവനന്തപുരത്ത് പോയി കുറച്ച് നാൾ താമസിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം ആ ഒരു പ്രണയത്തിൽ നിന്ന് ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട്, മനസ്സൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ അവിടെ കൊണ്ടുപോയി നിർത്തിയതായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ മുത്തശ്ശി. പിന്നെ അലീനയെ പ്രസവിച്ചതോ അല്ല ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ബാലചന്ദ്രനുമായിട്ട് അലീന ഇപ്പം നല്ല കൂട്ടാണ്.
നല്ല രീതിയിൽ ഒരു മോളെപ്പോലെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കാരണം അലീന ഇങ്ങനെ ചോദിക്കാനാണല്ലോ പോയത്, ഇവിടുന്ന് പൊക്കോട്ടെ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാനാണല്ലോ പോയത്. അപ്പോഴാണ് ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ ഇടുന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിച്ചായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്, ഇനി പറ നിനക്ക് ഇവിടെ നിന്ന് പോകണോ, എൻ്റെ അനുവാദം കൂടാതെ നീ ഇവിടെ നിന്ന് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല സാർ ഞാൻ പോവില്ല, സാറ് പറയുന്നത് വരെ എന്തൊക്കെ സഹിച്ചും ക്ഷമിച്ചും ഞാനിവിടെ നിൽക്കാൻ തയ്യാറാണ് എന്ന് പറയാട്ടോ. അങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്. പിന്നീടാണെങ്കിൽ ബാലചന്ദ്രനും അലീനയും ഭയങ്കര ഒരു അച്ഛൻ മകൾ കോമ്പോയിലേക്ക് തന്നെ വന്ന് ചേരുകയാണ്. ബാലചന്ദ്രൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പോഴും അലീനയാണ്, ഈ തുടർന്നും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം ബാലചന്ദ്രനും അലീനയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ തന്നെ കണ്ടെത്തുന്നുണ്ട് ആ പട്ടാളക്കാരൻ ആരായിരുന്നു എന്നുള്ളതും ആ പട്ടാളക്കാരൻ്റെ പേരൊക്കെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കൊട്ടാരം മറ്റത്തിൽ സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ്. അപ്പോൾ ആ സ്റ്റാൻലി പേരൊക്കെ വെച്ചിട്ട് അലീനയുടെ പേരിൻ്റെ കൂടെ ചേർത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീന സ്റ്റാൻലി. അപ്പോൾ അതിനൊരു കോമ്പിനേഷൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വൈജയ്ക്ക് പണ്ടുണ്ടായിരുന്ന ലവറിൻ്റെ പേര് സ്റ്റാൻലി എന്നാണെന്നുള്ളത് ബാലചന്ദ്രൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അലീന പറയുന്നുണ്ട് അലീന ബാലചന്ദ്രൻ എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ പേര് നിനക്ക് വേണോ അതിൻ്റെ കൂടെയും ചോദിക്കുമ്പോൾ എനിക്ക് തരുമോ അത് എന്ന് ചോദിക്കുകയാണ് അലീന. അത് തരണമെങ്കിൽ നീ എൻ്റെ മകളാവേണ്ടി വരും, മകളാകുമ്പോൾ എന്നെ അച്ഛാന്നൊക്കെ വിളിക്കേണ്ടി വരും, അതിനൊക്കെ നിന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എന്നെക്കൊണ്ട് സാധിക്കും, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അങ്ങനെ എനിക്ക് ആ പേര് മതി എന്ന് തന്നെ പറയാണ് അലീന കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ തുടങ്ങിക്കോ, ഇപ്പം തന്നെ തുടങ്ങിക്കോ, എന്നെ അച്ഛാന്ന് വിളിച്ചോ എന്ന് പറയണം. അപ്പോൾ അലീന ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. എന്തിനാ മടി കാണിക്കുന്നത്, നിനക്ക് ആ പേര് വേണമെന്നുണ്ടെങ്കിൽ നീ എന്നെ അച്ഛ എന്ന് തന്നെ വിളിക്കണം എന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ പിന്നെ അലീന ബാലചന്ദ്രനെ അച്ഛ എന്ന് വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടപ്പോൾ വൈജയന്തിയുടെ എല്ലാ കിളിയും പറന്നു പോവുകയാണ്. വൈജയന്തി ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. വൈജയന്തി കേൾക്കെ തന്നെയാണ് അലീന ബാലചന്ദ്രനെ അച്ഛ എന്ന് വിളിക്കുന്നത്. അത് വൈജയന്തിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നില്ല. ബബിതയുടെ അടുത്തൊക്കെ ഷൗട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ അവൾക്ക് വിട്ടുകൊടുത്തേക്കാണോ, അവൾ അച്ഛനും മകളുമായിട്ട് കളിക്കാനായിട്ട് നിങ്ങൾ വിട്ടുകൊടുത്തേക്കണോ, നിങ്ങളുടെ അച്ഛനല്ലേ അത്, അല്ലാതെ അവളുടെ അച്ഛനല്ലല്ലോ. ഇപ്പം കാണുന്നവർക്ക് എന്താ തോന്നുക, നിങ്ങൾ പുറത്തുള്ള ആൾക്കാരും അവർ അച്ഛനും മകളുമാണെന്നൊക്കെ പറഞ്ഞ് ബബിതയോട് കുറേ ഷൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബബിത കൂടുതലായിട്ടൊന്നും അതിനെതിർത്ത് പറയുന്നില്ല കേട്ടോ. അതിനൊരു റീസണും കൂടി ഉണ്ട്. ആ ഒരു ഭാഗം ഒരു പക്ഷേ ഈ ആഴ്ചക്കുള്ളിൽ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് വീക്കാണ് ബബിതയുടെ ഒരു സ്റ്റോറി വരുന്നുണ്ട്. അത് ഞാൻ ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനലിൽ. അപ്പോൾ വൈജയന്തി ഇങ്ങനെ പറയുമ്പോൾ അലീന അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അലീന ബാലചന്ദ്രൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്താൽ പ്ലേറ്റ് എടുത്തുകൊണ്ട് വരുന്ന സമയത്തായിരിക്കും വൈജയന്തി ഇങ്ങനെ ബബിതയോട് ഷൗട്ട് ചെയ്യുന്നത്. ബബിതയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീന അവിടെ ഇങ്ങനെ നിൽക്കട്ടെ ഇത് കേൾക്കുമ്പോൾ. എന്നിട്ട് വൈജയന്തി ദേഷ്യത്തോട് കൂടിയിട്ട് അലീനയുടെ അടുത്തേക്ക് വരും. ആരാടി നിൻ്റെ അച്ഛൻ, നിൻ്റെ അച്ഛനാണോ ബാലചന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ അലീന അതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെ നിൻ്റെ അച്ഛനാണോ, ആ ബാലചന്ദ്രൻ്റെ മക്കൾ 3 പേരാണ്, രോഹിത്തും ബബിതയും കൃഷ്ണയും, അവരല്ലാതെ അയാൾക്ക് വേറൊരു മകളില്ല. ഇനി അതല്ല എനിക്കറിയാതെ എങ്ങാനും ബാലചന്ദ്രൻ്റെ മകൾ ഉണ്ടായതാണോ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ മോശമായിട്ട് സംസാരിക്കുമ്പോൾ അതിന് സാറ് വേറൊരു ജന്മം ജനിക്കേണ്ടി വരും, അത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യാനായിട്ട് അല്ല അങ്ങനെ പറയാട്ടോ. അപ്പോൾ അത് വൈജയ്ക്ക് ശരിക്കും കൊള്ളുന്നുണ്ട്. വൈജയ്ക്ക് കൊള്ളുന്ന ഒരു രീതിയിലാണ് അലീന മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ വഴക്ക് വീണ്ടും ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അലീനയുടെയും വൈജയുടെയും വഴക്കും വീണ്ടും ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അലീനയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും നല്ല മറുപടി, വൈജ ചോദിക്കുന്നതിനൊക്കെ കറക്റ്റ് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ആദ്യം മിണ്ടാതിരിക്കുന്നത് പോലെയൊന്നുമല്ല, ഇപ്പോൾ ശരിക്കും മറുപടി കൊടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണെങ്കിലും ഇതിനൊക്കെ ശേഷം നമ്മുടെ മനുവിനോട് ബാലചന്ദ്രൻ അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന എപ്പിസോഡും ഉടനെ തന്നെ വരുന്നതായിരിക്കും. എന്താണെങ്കിലും ഇനി ഇതൊക്കെ ഒരുപാട് കലങ്ങി മറിഞ്ഞൊന്ന് തെളിയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. രോഹിത്തിൻ്റെ ഒരു കേസും അതുപോലെ ബബിതയുടെ ഒരു കേസും ഒക്കെ വരുന്നുണ്ട്. പിന്നെ കൃഷ്ണയും ഇപ്പോൾ അലീനയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിലും കൃഷ്ണയും പിന്നീട് അലീനയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ഉടനെ തന്നെ ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.